ആന എഴുന്നള്ളിപ്പിന് ദൂരപരിധി അടക്കം നിശ്ചയിച്ച് ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗ്ഗരേഖ വിശദമായി പരിശോധിക്കാൻ വനം വകുപ്പ്. ദേവസ്വങ്ങളുടെ ആശങ്ക ഉൾപ്പെടെ പരിഗണിച്ചാണ് വനംവകുപ്പിന്റെ നീക്കം. മാർഗ്ഗരേഖ പ്രായോഗികമല്ല എന്ന വിമർശനവുമായി തിരുവമ്പാടി ദേവസ്വം ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ആനയിൽ നിന്ന് പൂരം കഴിഞ്ഞ് ചുറ്റും 8 മീറ്റർ മാറി നിൽക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും പാടത്തേക്ക് പൂരം മാറ്റേണ്ടി വരും. ആകെ റോഡിന് വീതിയുള്ളത് 6 മീറ്ററാണ്. അതിൽ 3 ആനയും മറ്റ് ജനങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് 8 മീറ്റർ. ഇതിലൊരു വ്യക്തത തോന്നുന്നില്ല. ആനയിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണോ 8 മീറ്റർ, അതല്ലെങ്കിൽ ആനയുടെ ചുറ്റും 8 മീറ്റർ വേണോ എന്നുള്ളത് അതൊന്ന് വ്യക്തമാക്കണം. മടത്തിൽ വരവും തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പൂരവും നടത്താൻ പറ്റില്ല. അതൊരു ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായി തോന്നുന്നത്. സൂരജ് സജീവ് വിവരങ്ങൾ വെച്ചിരുന്നു. സൂരജ്, ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി അതിനിശിതമായ ഏറ്റവും ക്രൂഷ്യലായ കുറച്ച് പരാമർശങ്ങൾ കൂടി നടത്തിയിരുന്നു. കോടതി അതിൽ എന്താണ് ആ കാര്യങ്ങളെക്കുറിച്ച് ഗുരുതരമായി തന്നെ കണ്ടു എന്ന് വേണം അത് മനസ്സിലാക്കാൻ. അതിനെ ഏതോ NGO എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നു. അതിനെ ഏത് രീതിയിൽ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് ദേവസ്വം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. സൂരജ്. ഹാഷ്മി, ഇതിന് ഒരു വൈകാരിക തലത്തിലാണ് ഈ ദേവസ്വങ്ങളടക്കം സമീപിച്ചിരിക്കുന്നത്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന പല നിർദ്ദേശങ്ങളും അപ്രായോഗികമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അതിൽ ഒരു സാങ്കേതികം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു ആചാര പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 മണിക്കൂറിൽ കൂടുതൽ നടക്കുന്ന പൂരങ്ങളുണ്ട്. അവിടെ അപ്പോൾ ഈ കോടതി സ്വാഭാവികമായി പറഞ്ഞ നിർദ്ദേശത്തിൻ്റെ പുറത്ത് കേസെടുക്കും. അതുകൊണ്ട് തന്നെ മേളം തുടരട്ടെ, ആനയെ പിൻവലിച്ചുകൊണ്ട് തങ്ങൾ പോകുന്ന ഒരു നിലപാട് സ്വാഭാവികമായും തങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് ആന ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കെതിരെ റിവ്യൂ പെറ്റീഷൻ നൽകുന്നത് പരിഗണിക്കും എന്നുള്ളതാണ് നിലവിൽ ആന ഉടമകളുടെ സംഘടന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. പക്ഷേ തിരുവമ്പാടി ദേവസ്വമാകട്ടെ അവർ ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നു. ഈ തെക്കോട്ടിറക്കവും അതുപോലെ തന്നെ ഈ മടത്തിൽ വരവ് അടക്കമുള്ള ചടങ്ങുകളൊന്നും തന്നെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ അതിൽ നടത്താൻ കഴിയില്ല. ആനയും ജനങ്ങളും തമ്മിൽ 8 മീറ്റർ അകലം പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ മടത്തിൽ വരവ് തന്നെ പൂർണ്ണമായും നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെയെങ്കിൽ ഈ തൃശ്ശൂർ പൂരം ഇപ്പോൾ നടക്കുന്ന പൂരനഗരിയിൽ നിന്ന് മാറ്റി ഏതെങ്കിലും വയലിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും എന്നാണ് പരിഹാസത്തോടു കൂടി തിരുവമ്പാടി ദേവസ്വം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതിന് സമാനമായ പ്രതികരണം തന്നെയാണ് ഈ പാറമേക്കാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ഇവർ പറയുന്നത് കോടതി ഇത് പരിഗണിക്കുന്ന സമയത്ത് തങ്ങൾക്ക് ചിലത് പറയാനുണ്ട്, അതുകൊണ്ട് തന്നെ കക്ഷി ചേരണം എന്നൊരാവശ്യം തങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് കോടതി തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് എഴുതി നൽകാനാണ് പറഞ്ഞത്. പക്ഷേ ഈ എഴുതി നൽകിയ കാര്യങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ റിവ്യൂ പെറ്റീഷനുമായി മുന്നോട്ട് പോകാനാണ് ദേവസ്വങ്ങളുടെയും ആലോചന. വരും ദിവസങ്ങളിൽ എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗ്ഗരേഖ സംബന്ധിച്ച റിവ്യൂ പെറ്റീഷൻ നൽകുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഈ ഇരു ദേവസ്വങ്ങളും നടക്കും. പക്ഷേ അത് തൃശ്ശൂർ പൂരത്തെ മാത്രമല്ല മറ്റു പൂരങ്ങളെയും ബാധിക്കുമെന്നതിനാൽ കൂടുതൽ ക്ഷേത്രങ്ങളടക്കം ഇത് സംബന്ധിച്ചുള്ള പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഹാഷ്മി. ഓക്കെ, സൂരജ് സജീവ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരം ഈ പറയുന്ന എന്താണ് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ പോലും ബാധിക്കും എന്ന് ഈ പറഞ്ഞ ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരുപാട് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ അവർ ഈ ആന എഴുന്നള്ളുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഏത് രീതിയിൽ പരിഹരിക്കാൻ കഴിയും എന്ന ആലോചനകൾ സജീവമാകട്ടെ.